ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം SCERT 6ാം ക്ലാസ് സയൻസ് പുസ്തകത്തിലെ 1ാമത്തെ അധ്യായം ജീവൻ്റെ ചെപ്പുകൾ. നമുക്കറിയാം, ഇപ്പോൾ നടക്കുന്ന PSC പരീക്ഷകളിലെല്ലാം തന്നെ ഈ അടുത്തിടെ നടന്ന 10th പ്രിലിംസ് പരീക്ഷയിലെ ഒരുപാട് ചോദ്യങ്ങൾ SCERT പുസ്തകങ്ങളിൽ നിന്ന് അതുപോലെ ആവർത്തിച്ചവയാണ്. പ്രത്യേകിച്ചും സയൻസ് വിഷയങ്ങളിൽ SCERT പാഠഭാഗങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചിരിക്കുന്നത് മത്സര പരീക്ഷയെ അതിജീവിക്കാൻ വളരെയധികം സഹായം ചെയ്യും. അത് LGS ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, എല്ലാ പരീക്ഷകൾക്കും SCERT പാഠഭാഗങ്ങൾ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കുന്നത് ജീവൻ്റെ ചെപ്പുകൾ. ജീവനെക്കുറിച്ച് നമുക്കറിയാം. ഓരോ ജീവികളും നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 6ാം ക്ലാസ്സിലെ കുട്ടിക്ക് ആ അധ്യായത്തിൽ നിന്ന് തുടർ പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും ചോദ്യോത്തരവും ഒക്കെ വരാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആ ഒരു ലെവലിലുള്ള ചോദ്യങ്ങൾ മാത്രമേ വരൂ. അപ്പോൾ അതിനാവശ്യമുള്ള ഘടകങ്ങൾ മാത്രം നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് പഠിച്ചാൽ മതി. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളുണ്ട്. നമുക്കറിയാം, ബാക്ടീരിയ, വൈറസ് മുതലായ നമ്മൾ കേട്ടിട്ട് മാത്രമുള്ള, കണ്ടിട്ടില്ലാത്ത കുറേയേറെ ജീവികൾ. അങ്ങനെ നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. നമുക്കെല്ലാം അറിയാം, എങ്കിലും അതൊരു ചോദ്യം ആ ഒരു ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ 3 ഏകകോശ ജീവികളെ എടുത്ത് കാണിച്ചിട്ടുണ്ട്: അമീബ, പാരമീസിയം, യുഗ്ലീന. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദീകരണം വരുന്ന വലിയ വലിയ ക്ലാസ്സുകളിൽ ബയോളജി പാഠഭാഗങ്ങളിൽ പഠിക്കും. ഇപ്പോൾ നമുക്ക് ആ ഒരു പടം കണ്ട് വിലയിരുത്തിയാൽ മാത്രം മതി. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ്. അതിന് ആക്ച്വലി ഉദാഹരണം പറയുന്നത്, ചെറിയ കട്ടകൾ അടുക്കി 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 ഒരു വീട് പണിയുന്നത് പോലെ തന്നെ ചെറിയ കുറേ ഘടകങ്ങൾ ചേർത്ത് വെച്ചാണ് നമ്മുടെ ഒരു അവയവം നിർമ്മിക്കുക. ആ അവയവങ്ങളെ ചേർത്ത് വെച്ച് അവയവ സിസ്റ്റം നിർമ്മിക്കും. അതിനുശേഷം അതെല്ലാം കൂടെ ചേർത്താണ് നമ്മുടെ ജീവിയായിട്ട് രൂപാന്തരം പ്രാപിക്കുക. ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ആയിരക്കണക്കിന് ചെറുഘടകങ്ങളാൽ നിർമ്മിതമാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറുഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് സെൽസ് അഥവാ കോശങ്ങൾ. സെൽസ് അഥവാ കോശങ്ങൾ. കോശങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. കോശങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. ഒരു കോശം മാത്രമുള്ള കുറേയേറെ ജീവികളുണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് ഏകകോശ ജീവികൾ. ഒരു കോശം മാത്രമേ അതിൻ്റെ ശരീരത്തിലുണ്ടാവൂ. എല്ലാ ജീവൽ പ്രവർത്തനത്തിനും ആ ഒരു കോശം കൊണ്ടാണ് ആ ജീവി ജീവിക്കുന്നത്. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ ഇവയൊക്കെ ഏകകോശ ജീവികളാണ്. ഇനി സാധാരണയായി എല്ലാ ജീവികളിലും ഒന്നിലധികം കോശങ്ങൾ കാണപ്പെടുന്നു. അവയെ വിളിക്കുന്ന പേരാണ് ബഹുകോശ ജീവികൾ. നമ്മൾ കാണപ്പെടുന്ന ജന്തുക്കളും സസ്യങ്ങളും എല്ലാം ബഹുകോശ ജീവികളാണ്. പിന്നെ ഇവിടെ ഒരു പരീക്ഷണത്തിലൂടെ കുട്ടിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും നമ്മൾ എത്തേണ്ട ഒരു നിഗമനം ഇതാണ്: ഒരിക്കലും കോശം വളരുന്നില്ല, പക്ഷേ കോശം വിഭജിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എണ്ണം കൂടുന്നു. എണ്ണം കൂടുമ്പോഴാണ് നമുക്ക് വലിപ്പം വയ്ക്കുന്നത്. ഒരു കുട്ടി വളർന്ന് വലുതാകുമ്പോൾ ആ കുട്ടിയുടെ കോശത്തിൻ്റെ വലിപ്പമല്ല കൂടുന്നത്, കോശങ്ങളുടെ എണ്ണം വർദ്ധിക്കും. അത് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ഘടകമാണ്. ഇനി പലതരം കോശങ്ങളുണ്ട്. നമ്മുടെ ജന്തുക്കളിലെ, മനുഷ്യ ശരീരത്തിലെ പേശീകോശം, നാഡീകോശം ഇവയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വലിയ ക്ലാസ്സിലെ ബയോളജിയിൽ പഠിക്കും. ഇപ്പോൾ കോശത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. എല്ലാ കോശങ്ങളുടെയും മധ്യഭാഗത്ത്, കേന്ദ്രഭാഗത്ത് കാണുന്നതാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ്. അത് ജന്തുകോശത്തിലായാലും സസ്യകോശത്തിലായാലും മധ്യത്തിൽ അല്ലെങ്കിൽ കേന്ദ്രഭാഗത്ത് കാണുന്നതാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ്. ഈ കോശത്തിൻ്റെ
മർമ്മം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ ആണ് കോശങ്ങളിലെ മർമ്മം കണ്ടെത്തിയത്. ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് ഒരു ജന്തുകോശമാണ്. മർമ്മം, കോശദ്രവ്യം, കോശസ്തരം, ഇതാണ് പ്രധാനപ്പെട്ട 3 കോശഭാഗങ്ങൾ. കോശത്തിൻ്റെ കേന്ദ്രത്തിലുള്ളതാണ് മർമ്മം. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. കോശസ്തരത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. ഇത് 3ഉം അറിഞ്ഞിരിക്കണം. ഇതൊരു ജന്തുകോശമാണ്. ഇനി സസ്യകോശത്തിലാണെങ്കിൽ ജന്തുകോശത്തിലുള്ളതിനേക്കാൾ ഒരു പ്രത്യേകതയുണ്ട്. അതിന് കോശസ്തരം കൂടെ എക്സ്ട്രാ, കോശഭിത്തി, കോശസ്തരം, ആ ഒരു കോശഭിത്തിയാണ് ജന്തുകോശത്തിലില്ലാത്തതും സസ്യകോശത്തിലുള്ളതും. കോശസ്തരവും കോശഭിത്തിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എങ്കിൽ പോലും കോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഈ കോശസ്തരത്തിനും പുറത്തായിട്ട് വീണ്ടും ഒരു കോശഭിത്തിയും കൂടി സസ്യങ്ങളിലുണ്ടാകും. പിന്നെ സസ്യങ്ങളിൽ മാത്രമേ ഹരിതകം കാണുകയുള്ളൂ. ഹരിതകം അഥവാ ക്ലോറോപ്ലാസ്റ്റ്. ജന്തുകോശങ്ങളിൽ ഹരിതകം ഇല്ല. പിന്നെ സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും ഫേനം അഥവാ വാക്യൂൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് സസ്യകോശത്തിലും ജന്തുകോശത്തിലും ഉള്ളതാണ് മർമ്മം, കോശദ്രവ്യം, കോശസ്തരം. പക്ഷേ കോശഭിത്തി അഥവാ സെൽവാൾ സസ്യകോശത്തിന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഫേനം അഥവാ വാക്യൂൾ രണ്ടിനുമുണ്ട്. ഹരിതകവും സസ്യകോശത്തിന് മാത്രമുള്ള ഒരു പാർട്ടാണ്. ഇത്രയുമാണ് ജന്തു ശരീരത്തെക്കുറിച്ചും സസ്യശരീരത്തെക്കുറിച്ചും ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. ഏകകോശജീവികൾ, ബഹുകോശജീവികൾ, അവയുടെ ചില ഉദാഹരണങ്ങൾ, കോശത്തിൻ്റെ ഘടകങ്ങൾ, കോശദ്രവ്യം, കോശസ്തരം, മർമ്മം, അതുപോലെ സസ്യകോശത്തിൽ മാത്രമുള്ള കോശഭിത്തി, ഹരിതകം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്ത ചാപ്റ്ററുമായി കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.